ഞാൻ പറയാം. ഈ പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല. ഇതുവരൊന്നും പറഞ്ഞില്ല. കാരണം ഈ തടി ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായിരുന്നു. ഇത് പണിയാൻ സുഖമായിട്ട് പണിയാന്ന് പറഞ്ഞപ്പോ ഈ മൈഗ്രെയിൻ തലവേദന വന്നിട്ട് ഞാൻ ആകെ പട പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ പണിക്ക് പോകാതെ വീട്ടിൽ ഞാൻ 3 ദിവസം അങ്ങനെ മെനക്കെട്ടില്ല. ആ സമയത്തേക്ക് പണിയായിരുന്നല്ലോ. ഇതിപ്പോ വിവരമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. മേശിരി, ഞങ്ങളുടെ വീട്ടില് ഒരു ചെറുക്കന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ അതിനൊരു ശാന്തി മുഹൂർത്തമുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അയ്യത്ത് നിൽക്കുന്ന തേക്ക് വെട്ടി അത് കട്ടിലുണ്ടാക്കി അതിനകത്ത് വേണം ഇത് നടത്താൻ. വാശിയുടെ ഒന്നും കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, പെട്ടെന്ന് ഇത് പണിയണം. അത് പണിതില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവാന്ന്. അയ്യോ, ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 75 വയസ്സ്. ആ തേക്ക് അവിടെ നിക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് പണിയണേ, ഞാൻ ഉള്ള സമയം പോവാണേ. സംഭവം ഇതുപോലെ നമ്മൾ അറിയുന്നില്ലല്ലോ. അവള് വിളിയും കേൾക്കുന്നില്ല. അമ്മാവാ മേശിരി, ഇപ്പൊ തരാ. മേശിരി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പറങ്കാവിനകത്ത് കട്ടില് പണിഞ്ഞാൽ നിൽക്കുവോ? പിന്നെ കേടാകത്തില്ലയോ? സംശയം എന്തുവാ? അപ്പൊ വറവന് കൊള്ളത്തില്ലേ? കൊള്ളാം. ഇന്ന് കത്തുവോ? അത് എനിക്കറിയത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് പറ, ശരിയാക്കാൻ നോക്കൊള്ള സമയം പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാവട്ടെ. മേശിരി, ഒരു കാര്യം കേൾക്കണോ? പത്തനാപുരത്ത് കടക്കാൻ വേണ്ടി ഞാൻ ഒരു പെണ്ണ് കണ്ടേ. എന്നിട്ട് ആ പെണ്ണിന്റെ നാള് പുള്ളിക്കാരന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം പുള്ളിക്കാരൻ അങ്ങ് മുടക്കി. കൊച്ചിന്റെ നാളെന്തുവാ? അതെന്ത് പറയുന്നത്? രോഹിണി കഴിഞ്ഞൊരു നാളുണ്ടല്ലേ? അതാ എന്റെ വായിക്കകത്ത് കിട്ടാത്ത. അത് ചിലപ്പോ എനിക്കും കിട്ടത്തില്ല. ഇപ്പൊ എങ്ങനെ പറഞ്ഞു തരാം? നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആന്നോ? അല്ല, ഞാൻ കുഞ്ഞുങ്ങളെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത്തിരി പ്രായമൊക്കെ ആയി കേട്ടോ. എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റും കുറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. അത് ശരി. നിനക്ക് മനസ്സിലായോ? എന്തുവാ? തെറ്റിക്കാനുള്ള പരിപാടിക്കാ. രാത്രി നേരത്തെ മുൻകൈ അങ്ങ് എടുക്കുക. പണിഞ്ഞ് കയറ്റിക്കോളെ. ഉള്ള കാര്യം ഞാൻ പറയാം. കൺട്രാക്ട് വന്ന് വഴക്ക് പറയുവേ. എനിക്ക് ഞാനിപ്പോ റെഡിയാക്കി തരാം. ഇതെന്തൊരു ഇടപാടാ? എന്റെ പൊന്നും മേശിരി, അമ്മാവന്റെ അമ്മായുടെ കൂടെ ഇന്നാ ഞാൻ വളർന്നത്. എന്റെ അച്ഛൻ അങ്ങ് ഗൾഫിലായിരുന്നു. എന്റെ അച്ഛൻ കല്യാണത്തിന് പോലും വന്നില്ല. ഈ അമ്മ ഒറ്റൊരുത്തം കാരണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ അച്ഛൻ ഇത്തിരി മറവിയുള്ളതാ. ഞാനും പുള്ളിക്കാരനൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് വരാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങ് പോവാ, നിങ്ങൾ അങ്ങ് വരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരന് മറവി ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരന്റെ പാസ്പോർട്ട് ഞാൻ എടുത്തോണ്ട് വന്നു. അതൊരു തെറ്റാണോ മേശിരി? ഒരിക്കലും തെറ്റല്ല. അതൊരിക്കലും ഒരു തെറ്റല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ ചെറുക്കനെ ജവിച്ചാലിനെ ഉപദ്രവിക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞ് എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ താമസിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. അതുപോലത്തെ നാശം ഇയാള്. ഒന്നാമത്തെ കാര്യം, വേറെ സംഭവമുണ്ട്. ഈ എന്റെ കല്യാണം നാളിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഈ അമ്മാവൻ പറയുന്നത്. ചെറുക്കന്റെ നാളെന്തുവാ? ചെറുക്കൻ ഭരണിയില മാങ്ങാച്ചാറെന്നാണ് പേര്. ഞാൻ പറഞ്ഞു കേൾക്കണേ. ഈ നാളിന്റെ പ്രശ്നം കാരണം പെണ്ണിന്റെ തന്ത കല്യാണത്തിന് എതിരായിരുന്നു. അത് ശരി. പിന്നെ ഞാൻ അവസാനം ഉരുളി കമഴ്ത്തിയ കല്യാണം നടത്തിയത്. ഏതമ്പലത്തിൽ? അമ്പലത്തിലല്ല, പെണ്ണിന്റെ വീട്ടിൽ വലിയൊരു ഉരുളി ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ ഞാൻ അങ്ങ് കമത്തി വെച്ചിട്ട് ഈ കല്യാണം നടത്തിയത്. കാര്യം അറിയാമോ? അങ്ങനെ സർക്കാർ ജോലിക്കാരനാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജോലി പിന്നെ സൂപ്പർ ജോലിയല്ലേ? നാടൻ പാട്ടുകാരനാണോ? നാടൻ പാട്ടുകാരനാണോ? താലൂക്ക് ഓഫീസിൽ തകച്ചിൽദാരാ. പെട്ടെന്നാട്ടെ ചെയ്യാന്ന് പറഞ്ഞ കാലിനെന്താ സംഭവിച്ചാ? വെരിക്കോസ് ആയിരുന്നു, മാറി. നിങ്ങളെ കാര്യമല്ലേ, കട്ടിന്റെ കാലിന് എന്താ സംഭവിച്ചാ? അത് കുഴപ്പമില്ല, അടിച്ചുകൂടി തന്നാ പോരെ. ഈ 4 കാല് നിങ്ങൾ പണിയത്തില്ലേ? എന്നിട്ട് ഒരു 4 പട്ടിയല് വേപ്പോട്ട് അടിച്ചു വെക്കണം. 4 കാലിന്റെ സൈഡിലോ? അതെ അതെ. അതെന്തിനാ? വലയിടാനാ. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന റംബൂട്ടാനാണോ? പിന്നെന്തിനാ വാലയിടുന്നത്? കൊതു പ്രശ്നമാണെന്ന്. കൊതുക് പ്രശ്നമാണോ? കട്ടിലെ കിടക്കാനോ? അതല്ല, നെറ്റിന്റെ പ്രശ്നം. കൊതുകിന് വരെ നെറ്റോ?